ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്നത് മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് ഭഗവത്ഗീതയെന്നും, മനസ്സ് എപ്രകാരമായാലാണ്, ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്താലാണ് നമുക്ക് മാനസികമായ ചെയ്യുന്ന കാര്യത്തിൽ ഏകാഗ്രതയും, അതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ശക്തിയും, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവനവനിൽ തന്നെ ഒരു ആത്മസുഖവും സന്തോഷവും കണ്ടെത്താനുള്ള കഴിവും ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് മനുഷ്യ മനസ്സിന് സുഖം നേടിത്തരാനുള്ള കഴിവുണ്ട്. അപ്പം എന്താണ് ഈ സുഖം എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സുഖം നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തുമ്പോൾ, ശരീരത്തിന് തൃപ്തിപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയാം അടിച്ചു പൊളിച്ച് ജീവിക്കണം, സുഖിച്ച് ജീവിക്കണം. അപ്പോൾ സുഖം എന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു അനുഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം അടിച്ചു പൊളിക്കുക, അപ്പം ഇന്ദ്രിയങ്ങളെന്നും അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ഭോഗങ്ങളൊക്കെ അനുഭവിക്കുക എന്നുള്ളതാണ്. പക്ഷേ നാം അറിയുന്നില്ല, ഈ ഭോഗങ്ങളൊക്കെ നമ്മൾ എത്ര അനുഭവിച്ചാലും കുറേ കഴിഞ്ഞ വിരസതയും മടുപ്പും ഒക്കെ വരുന്നുണ്ട്. പിന്നെ മാറാ രോഗങ്ങൾ വരുന്നുണ്ട്. ഈ മദ്യവും മയക്കുമരുന്നും സുഖം തേടി അന്വേഷിച്ചു പോയവരൊക്കെ തളരുന്നില്ലേ? അപ്പോൾ ഏത് സുഖത്തിനും നമുക്ക് ഒരു പരിധിയുണ്ട്. കാരണം ഇന്ദ്രിയങ്ങളെ എത്ര നമ്മൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ പോലും മനസ്സതിൽ പൂർണ്ണ തൃപ്തി അടയില്ല. കാരണം ഇന്ദ്രിയത്തിൻ്റെ ഒരു പരിമിതിയും മനസ്സിൻ്റെ ഒരു വലിയ പ്രതീക്ഷയും ഇത് തമ്മിൽ എപ്പോഴും കോൺട്രഡിക്ഷനാവും. നോക്കൂ, നിങ്ങൾ ഒരു ചെറിയ പൈപ്പിലൂടെ നമ്മളൊരു വലിയ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ കുഞ്ഞു പൈപ്പ്, അപ്പോൾ എത്ര സമയമെടുക്കും അതിന്? ഇതുപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. പരിമിതമായ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഒരു വലിയ സംതൃപ്തി കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ നോക്കുക. അതുകൊണ്ടാണ് പലരും തൃപ്തരാവാതെ പോകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് തൃപ്തരാവാത്ത? നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇത്രയേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്ക് ആഹാരം തന്നെ നോക്കൂ. നിങ്ങളിപ്പോൾ ലഡു, മധുരം ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം കഴിക്കുമ്പോൾ മടുപ്പ് തോന്നും. അതുവരെ മധുരം ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം. അതുപോലെ എന്ത് കാഴ്ചയും നമ്മൾ കുട്ടികളിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു കളിപ്പാട്ടം അങ്ങനെ എടുത്താൽ അത് കളിക്കണം, കുറച്ച് മികനും മടുത്തു പോയി, അടുത്ത കളിപ്പാട്ടത്തിലേക്ക് പോയി. ഇപ്പം നിങ്ങളൊരു സിനിമയ്ക്ക് പോയാൽ തന്നെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഒട്ടുമുക്കാൽ ആളുകളും തിയേറ്ററിൽ സമാധിയിലിരിക്കുന്നത് കാണാം. ഒക്കെ വായും പൊളിച്ച് കിടന്നുറങ്ങണ്ടാവും. കാരണം അവർ ആ സിനിമയുടെ ആ ഡയലോഗിലും പാട്ടിലൊക്കെ ഇങ്ങനെ, പിന്നെ ഇൻ്റർവെല്ലിൽ വരുമ്പോഴാണ് അവർ കണ്ണുറക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ അടിപൊളി. കാരണം അടിപൊളിയായിട്ടാണ് കിടന്നുറങ്ങിയതേ. അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒരു 80% ആളുകളും സിനിമ തിയേറ്ററിൽ കിടന്നുറങ്ങി. കാരണം അവരുടെ ശരീരം അങ്ങനെ ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ അവർക്ക് ആ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ പലതും ചെയ്താലും മനസ്സ് തൃപ്തമാവില്ല. അതെന്താണ് കാരണം? മനസ്സിൻ്റെ തൃപ്തിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഭാരത ഋഷിവര്യന്മാർ പഠിച്ചു. അവർക്ക് മനസ്സിലായി മനസ്സിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് മനസ്സിനെ ലയിപ്പിക്കുന്നതിലാണ് തൃപ്തി. ഇന്ദ്രിയത്തിലൂടെ മനസ്സിന് സുഖം കിട്ടാൻ കാരണം ഇന്ദ്രിയത്തിൽ കുറച്ച് നേരം ലയിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതേ മനസ്സിനെ നമ്മൾ ചില സാധനകളിൽ ലയിപ്പിച്ചു വെക്കുക. കുറച്ച് നേരം പ്രാണായാമത്തിൽ മനസ്സ് ലയിപ്പിച്ചു നോക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. പ്രണവോപാസനയിൽ മനസ്സിനെ ലയിപ്പിച്ചു നോക്കും. അങ്ങനെ കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആത്മസുഖം, ആത്മസന്തോഷം വന്നേ പറ്റുള്ളൂ. അപ്പം മനസ്സിനെ ലയിപ്പിക്കുന്നിടത്ത് മനസ്സിൻ്റെ സുഖം നോക്കൂ. അപ്പോൾ സുഖം എവിടെയാണ്? മനസ്സിലാണ്, ഇന്ദ്രിയങ്ങളിലല്ല. ആ സുഖം എങ്ങനെയാണ് കിട്ടുക? നമുക്ക് സ്വയം പരിശീലിച്ച് സുഖം വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം മനസ്സ് ശരിക്കും ആത്മലയത്തിലേക്ക്, ആത്മസുഖത്തിലേക്ക് നമ്മൾ നാമങ്ങളിലൂടെ, മന്ത്രങ്ങളിലൂടെ കൊണ്ടുവരുമ്പോൾ ആത്മസുഖം കിട്ടിയേ പറ്റുള്ളൂ. ഇനി മനസ്സിൻ്റെ ശക്തി അതെങ്ങനെയാണ് കിട്ടുക? മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്, ഈ ശക്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. ഈ ശക്തി എന്നൊക്കെ പറയുന്നത് പൊതുവെ മസിൽസ് പവറാണ് പൊതുവെ ആളുകൾ കരുതുക. മസിൽ പവർ അല്ല ശക്തി.
മനഃശക്തിയാണ്. കാരണം മനഃശക്തി ഇല്ലാത്ത ഒരാൾക്ക് മസിൽ പവർ ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ നോക്കി തീവ്രവാദികളൊക്കെ ഈ ആയുധബലവും മസിൽ പവറുമാണ്. ശരിക്കും അവരുടെ നേരെ പട്ടാളമൊക്കെ വരുമ്പോൾ അവരെന്തിനാ തോറ്റോടുന്നത്? എന്തിനാ ഒളിച്ച് ജീവിക്കുന്നത്? അള്ളാഹു രക്ഷിക്കും. ഞാൻ ചില തീവ്രവാദികളുടെയൊക്കെ പ്രസ്താവന വായിക്കാറുണ്ട്. അള്ളാഹു നമ്മളെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് എന്തിനാ ഗുഹയിൽ ഒളിച്ച് നിൽക്കുന്നത്? എന്തിനാ ഒളിഞ്ഞ് നിന്ന് വെടിവെക്കുന്നത്? അള്ളാഹു രക്ഷിക്കില്ലേ? അപ്പോൾ അവർക്ക് തന്നെ ഉറപ്പുണ്ട് അള്ളാഹു രക്ഷിക്കില്ല എന്നുള്ളത്. അവർ തന്നെ ഒളിഞ്ഞും പാത്തും വെടിവെച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കല്ലേ? അത്ര അള്ളാഹു രക്ഷിക്കുന്നുള്ള ഉറപ്പുള്ള ആൾ റോട്ടിലേക്ക് ഇറങ്ങട്ടെ, അതിനുള്ള കരുത്തില്ല. അപ്പോൾ ആത്മശക്തിയില്ല, വെറും ശാരീരിക ശക്തിയും ആയുധശക്തിയുള്ളത്. അപ്പം ശക്തി എന്ന് പറയുന്നത് നമ്മൾ പറയാണ്ട് യു നീഡ് എ വെരി എന്താ പറയുക കോൺഫിഡൻസ് എന്ന് പറയാൻ. വാട്ട് യു മീൻ ബൈ കോൺഫിഡൻസ്? മെൻ്റൽ പവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഒക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് അർത്ഥങ്ങളില്ലെന്ന്. വാട്ട് ഈസ് മെൻ്റൽ പവർ? മെൻ്റൽ പവർ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം വരുമ്പോൾ മനസ്സ് വളരെ കാമായിട്ടിരിക്കാനും ആ സമയത്ത് നമ്മുടെ മനസ്സ് ആ പ്രോബ്ലത്തെ ശരിക്കും നിരീക്ഷിച്ച് ആ പ്രോബ്ലത്തെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ളതിനെ പരിഹരിക്കാനുള്ള വഴി തെളിഞ്ഞ് കിട്ടുന്നതിൻ്റെ പേരാണ് കോൺഫിഡൻസ്. അല്ലാതെ നിങ്ങൾക്ക് കട്ടി പിടിച്ചൊരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് സാധ്യമല്ല. മനോബലം, ഭയങ്കര മനോബലമാണ്. ചില കുട്ടികളുണ്ടല്ലോ അടിച്ചാലും പിടിച്ച് കരയാതെ ഇങ്ങനെ പിടിച്ച്, അതല്ല മനോബലം. അതൊക്കെ ഒരു തരം വാശിയാണ്, അവനവൻ്റെ ഒരു വെറും പൊട്ട വാശി. അപ്പം അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് പല പ്രശ്നങ്ങളും അതിനെ എങ്ങനെ നമുക്ക് പരിഹരിച്ച അല്ലെങ്കിൽ നമുക്ക് അവഗണിക്കേണ്ടതിനെ അവഗണിച്ച് നമുക്ക് മുന്നോട്ട് നോക്കാൻ സാധിക്കും. ആ ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കും. നമ്മളെ അലട്ടുന്ന ചിന്തയിൽ നിന്ന് വേറൊരു ചിന്ത കൊണ്ട് പുറത്ത് കിടക്കാൻ സാധിക്കും. അപ്പം അതിന് നമുക്ക് ട്രെയിനിങ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു അലട്ടുന്ന പ്രശ്നം മനസ്സിലങ്ങനെ എട്ടുകാലിയുടെ വല പോലെ നമ്മുടെ ഉള്ളിൽ കുരുങ്ങി കിടക്കും. നിങ്ങൾ കണ്ടില്ലേ പെട്ടുനൂൽ പുഴുവിൻ്റെ കൂട്? അതുപോലെ എങ്ങനെ നൂല് ചുറ്റിക്കിടക്കുന്ന പോലെ മനസ്സങ്ങനെ അതിൽ കുരുങ്ങി കിടക്കും. അപ്പം മനസ്സ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ സങ്കീർണതകളിൽ കുരുങ്ങാതെ അതിനെ മറ്റൊരു ചിന്ത വെച്ചുകൊണ്ട് പുറത്ത് കടക്കാനുള്ളൊരു കഴിവ്. അപ്പോൾ ആ പ്രശ്നത്തെ മനസ്സിലാക്കി, അതിൻ്റെ സങ്കീർണതകൾ മനസ്സിലാക്കി, അതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നുള്ള പരിഹാരം ഇതാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ആ പരിഹാരത്തിലൂടെ പുറത്ത് കടക്കാനുള്ള കഴിവിൻ്റെ പേരാണ് മെൻ്റൽ പവർ. അതിൻ്റെ പേരാണ് കോൺഫിഡൻസ്. അതിൻ്റെ പേരാണ് സ്ട്രെങ്ത്ത്. നമ്മളെത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്? അതേപോലെ നമുക്ക് ഒരു കാര്യത്തിൽ നമ്മൾ എപ്പോഴാണ് ശ്രേഷ്ഠന്മാരാണ്, സ്കിൽഫുള്ളാവുന്നത്, കഴിവുള്ളവരായിത്തീരുന്നത്? നമ്മൾ പറയും കഴിവ് വേണം. എപ്പോഴാണ് കഴിവുള്ളവരാകുന്നത്? കഴിവെന്ന് പറയുന്നത് ഒരു ഗ്രാജുവലായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് കംപ്ലീറ്റ്ലി നമുക്ക് ഇൻവോൾവ് ചെയ്യിക്കാനുള്ള കഴിവിലാണ് കഴിവുണ്ടാകുന്നത്. മനസ്സ് ഒരു കാര്യത്തിൽ ലയിപ്പിക്കാനുള്ള, മുഴുവിപ്പിക്കാനുള്ള, അർപ്പിക്കാനുള്ള, ആസ്വദിപ്പിക്കാനുള്ള കഴിവിലാണ് ഒരാളുടെ കഴിവ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പരിശീലിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞു തരുന്നത്. അപ്പം അതിനെന്ത് വേണം? ചില ഉപാസനകൾ, ചില സാധനകൾ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. കാരണം ഒരു ദിവസം പെട്ടെന്ന് മൈൻഡ് ഡെവലപ്പ് ആവുന്നതല്ല. അതിനൊരു ഗ്രാജുവലായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമാണ്. അപ്പം മനസ്സിന് ഏതൊക്കെ ട്രെയിനിങ് ആണ് ആവശ്യം, അതിനെക്കുറിച്ചാണ് കൃഷ്ണൻ ഗീതയിൽ 4-ാം അധ്യായത്തിൽ 25 തുടങ്ങിയുള്ള ശ്ലോകങ്ങളിൽ അങ്ങനെ വിസ്തരിക്കുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ശ്ലോകങ്ങൾ കണ്ട് ഒന്നുകൂടി വായിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലൂടെ ഇന്ന് പോകാൻ പറ്റും. അപ്പം അതൊന്ന് നോക്കാം നമുക്ക്. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നോവപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്യതി ശ്രോത്രാദീനിന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്യതി ശബ്ദാദീൻ വിഷയാന്യന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്യതി. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, നിങ്ങൾ എന്ത് യജ്ഞം എന്ന് പറഞ്ഞാൽ എന്ത് സാധന ചെയ്യുമ്പോഴും ആ സാധനയിൽ മനസ്സ് ഒരു യജ്ഞം പോലെ ആയിരിക്കണം ആ സാധന എന്നാണ്. കൃഷ്ണൻ അതിനെ യജ്ഞമായിട്ട് ഇവിടെ നമുക്ക് ചിത്രീകരിച്ച് കാണിച്ചു തരാം. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർക്കണം, ഹോമകുണ്ടത്തിലേക്ക് ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു പൂജാരി നെയ്യോ അല്ലെങ്കിൽ ദ്രവ്യങ്ങളോ സമർപ്പിക്കുന്നു, അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു.
നെയ്യ് അഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഗണപതി ഹോമം ഒക്കെ കണ്ടു കാണും, ആ ഗണപതി ഹോമത്തിൻ്റെ കൂട്ടെടുത്തിട്ട് ഒരു തിരുമേനി അതിങ്ങനെ ഹൃദയത്തിൽ വെച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഓം എന്ന് പറഞ്ഞിട്ട് സ്വാഹ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുന്ന സമയത്ത്, അഗ്നിയിലേക്ക് അതങ്ങോട്ട് ചേരുന്ന സമയത്ത്, ഇപ്പം നെയ്യായാലും ശരി ദ്രവ്യങ്ങളായാലും ശരി, അതങ്ങോട്ട് കത്തി 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 അവസാനം തീയുമായിട്ട് അതങ്ങോട്ട് ലയിച്ചു ചേരുന്നു. ഇതുപോലെ മനസ്സാകുന്ന ദ്രവ്യത്തെ, അതെപ്പോഴും നാം ഓർക്കണം, മനസ്സാകുന്ന ദ്രവ്യത്തെ നാം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് അങ്ങോട്ട് നെയ്യ് തീയിലേക്ക് ഒഴിക്കുന്ന പോലെ നമ്മൾ സമർപ്പിക്കണം. അപ്പം മനസ്സാണിവിടെ നെയ്യ്, ഇവിടെ പ്രവൃത്തിയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് അഗ്നി. അതെപ്പോഴും ഓർക്കുക. അപ്പം നമ്മൾ എന്ത് സാധനം, ഇപ്പം നിങ്ങൾ നാമം ജപിക്കണു വിചാരിക്കുക, അപ്പം നാമമാണ് അഗ്നി. ഹോമകുണ്ടത്തിൽ എരിയുന്ന അഗ്നി നാമമാണ്. അപ്പം ആ നാമത്തിലേക്കാണ് മനസ്സാകുന്ന നെയ്യ് ഒഴിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ നാമം ചൊല്ലേണ്ടത്? എപ്രകാരമാണോ നെയ്യും തീയും ഒന്നാകുന്നത്, കത്തുമ്പോൾ നെയ്യും തീയും നിങ്ങൾക്ക് വേർതിരിക്കാൻ പറ്റുമോ? ആ നെയ്യ് അങ്ങോട്ട് തീയിലേക്ക് അങ്ങോട്ട് ചേർന്നു, തീ ആളിക്കത്തുകയാണ്. ഇതുപോലെ നാമത്തിലേക്ക് നാം അങ്ങനെ മുഴുകുന്ന സമയത്ത് നാമം നമ്മളിൽ അങ്ങനെ മുഴുകണം. ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ചെയ്യുന്നത് അഗ്നിയാണെന്നും, ആ ചെയ്യുന്ന കാര്യമാണ് അഗ്നിയാണെന്നും, അതിൽ സമർപ്പിക്കേണ്ടത് മനസ്സാണ്, മനസ്സാകുന്ന നെയ്യാണെന്നും ഓർമ്മ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ യജ്ഞവും ചെയ്യാൻ. അത് അടുക്കളയിൽ ജോലി ചെയ്യുന്നതാവട്ടെ, ഓഫീസിൽ ജോലി ചെയ്യുന്നതാവട്ടെ, എന്ത് പ്രവൃത്തിയേലും അതാണ് കൃഷ്ണൻ പറയും, യു എൻജോയ് ദാറ്റ്. നിങ്ങളത് ആസ്വദിക്കൂ, നിങ്ങളത് ആനന്ദിക്കൂ. നിങ്ങൾ അതിൽ ശ്രദ്ധ വെച്ച് അത് ആസ്വദിക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പരിശീലിപ്പിച്ചെടുക്കുകയാണ് സകല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാൻ. ഇന്ന് പലരും ടെൻഷൻ, സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് എന്താ അറിയൂ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മനസ്സ് ഇൻവോൾവ് ആകുന്നില്ല, അതിന് പകരം അവരുടെ മനസ്സ് വേറെന്തോ കാര്യത്തെക്കുറിച്ച് വറീഡ് ആവുകയാണ്, അപ്സെറ്റ് ആവുകയാണ്. പഠിക്കുന്ന കുട്ടി പരീക്ഷയെക്കുറിച്ചും പരീക്ഷയുടെ റിസൾട്ടിനെക്കുറിച്ചും വിചാരിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുമ്പോഴും മനസ്സതിലേക്ക് അലിഞ്ഞ് അത് നമ്മൾ മനസ്സിലാക്കി അത് ആസ്വദിച്ച് അത് എൻജോയ് ചെയ്ത്, അപ്പം നമ്മൾ ദേശകാല സ്ഥലബോധങ്ങളൊക്കെ വിട്ടു. നമ്മളതിൽ അത്ര അങ്ങനെ മുഴുകി, ഒരു കൊറ്റി ഇങ്ങനെ പാടത്ത് ധ്യാനനിരതമായിട്ടിരിക്കുന്ന പോലെ നമ്മളങ്ങനെ നമ്മുടെ കർത്തവ്യങ്ങളിൽ കർമ്മത്തിൽ അങ്ങനെ മുഴുകി ദേശകാലങ്ങളൊക്കെ മറക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ പരം ഒരു ആസ്വാദ്യത വേറില്ല. ഇതെന്തിനാണ് ഈ പരിശീലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർക്ക് ജപത്തിലും ധ്യാനത്തിലൊക്കെ മുഴുകി സമയം പോകുന്നത് പോലും അറിയാതെ അത്രമാത്രം ആത്മസുഖം, ഒരു അനുഭൂതി അനുഭവിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ മനസ്സിനെ അതിന് ക്വാളിഫൈഡ് ആക്കുകയാണ്, അതിന് യോഗ്യമാക്കുകയാണ്, അതിന് പ്രാപ്തമാക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി, അതുപോലെ സംയമാഗ്നിഷു ജുഹ്വതി, അതുപോലെ യജ്ഞേനൈവോപജുഹ്വതി. ജുഹ്വതി എന്ന് പറഞ്ഞാൽ അർപ്പിക്കുക, സമർപ്പിക്കുക. ഹോമാഗ്നിയിലേക്ക് നെയ്യ് ഒഴിക്കുക, സമർപ്പിക്കുക. അപ്പം മനസ്സിനെയാണ് ഇവിടെ സമർപ്പിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ വീണ്ടും കൃഷ്ണൻ പറയുന്നു, സർവാണീന്ദ്രിയകർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമയോഗാഗ്നോ ജുഹ്വതി ജ്ഞാനദീപികേ. ഇനി ചില ആളുകൾ അപരന്മാരെന്ന് പറഞ്ഞാൽ മറ്റു ചിലർ സർവാണി ഇന്ദ്രിയ കർമാണി, എല്ലാ ഇന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമാണിച്ച, പ്രാണകർമ്മം എന്ന് വെച്ചാൽ ശ്വാസോച്ഛ്വാസം തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികളെയൊക്കെ ജ്ഞാനദീപേന, ജ്ഞാനം കൊണ്ട് ജ്വലിപ്പിക്കപ്പെട്ട ജ്ഞാനാഗ്നിയാൽ ശോഭിതമായ ആത്മസംയമയോഗാഗ്നോ ജുഹ്വതി, ആത്മസംയമനം എന്ന ആ ഒരു നെയ്യിലേക്ക് അവർ സമർപ്പിക്കുന്നു. അപ്പം ചില ആളുകൾ സംയമ യോഗാഗ്നോ, ആത്മസംയമനമാകുന്ന യോഗാഗ്നിയിലേക്ക് അവരവരുടെ സകല പ്രവൃത്തികളെയും സമർപ്പിക്കുന്നു എന്ന് കൃഷ്ണൻ പറയുമ്പോൾ എന്താ നമ്മൾ അർത്ഥമെടുക്കേണ്ടത്? അതായത് നിങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൻ്റെ സമർപ്പണമാണ് ഇതിൻ്റെയൊക്കെ മുഖ്യം. എങ്കിലും അങ്ങനെ നമ്മൾ മനസ്സിൻ്റെ അർപ്പണമെന്ന് പറയുമ്പോഴും നമുക്ക് ഈ ഒരു വിവേകമുണ്ടാവണം. മനസ്സ് അർപ്പിക്കപ്പെടും തോറും മനസ്സതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. കാരണം മനസ്സിൻ്റെ ലയത്തിലാണ് മനസ്സിൻ്റെ വികാസം, മനസ്സിൻ്റെ വികാസത്തിലാണ് മനസ്സ് പൂർണ്ണത്വം നേടുന്നത്.
അപ്പം ആത്മസംയമ യോഗാഗ്നോ, അവനവനിലേക്ക് തന്നെയാണ് ഈ മനസ്സ് അലിഞ്ഞ് ചേർന്ന് ആ പൂർണ്ണതയിലേക്കുള്ള യാത്ര അത് സഫലമാക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വികാസം, പൂർണ്ണത എന്നൊക്കെ കൈവരിക്കണമെങ്കിൽ കൃഷ്ണൻ പറഞ്ഞ പോലെ എല്ലാ കർമ്മങ്ങളും, ഏത് കർമ്മങ്ങളായാലും അത് വളരെയധികം മാനസികമായി വലിയ ആവലാദികളും വേവലാദികളും ഇല്ലാതെ ചെയ്യാൻ പഠിക്കണം. അത് ശീലമാക്കണം. അലസമായിട്ട് ജീവിതം കൊണ്ട് നടക്കാതിരിക്കുക. രാവിലെ എണീറ്റാൽ വളരെ ആക്റ്റീവാവുക. അപ്പോൾ ആലസ്യമുണ്ടോ, ആലസ്യത്തെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ജോഗിങ്ങോ അല്ലെങ്കിൽ കുറച്ച് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇനി മാനസികമായിട്ട് ഒരു താല്പര്യം, ഭക്ഷണം കഴിക്കാതെ എല്ലാം ഒരു വെറുപ്പിച്ചും കൊണ്ട് ചെയ്യുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എന്ത് വേണം, ആ ഊർജിതമായിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് നമ്മളത് എൻജോയ് ചെയ്യുക. കുളിക്കുന്ന എൻജോയ് ചെയ്യുക, ഭക്ഷണം കഴിക്കുന്ന എൻജോയ് ചെയ്യുക, വസ്ത്രം മാറുന്ന, ജോലി ചെയ്യുന്ന ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ അവിടെ അത് ആസ്വദിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണെങ്കിൽ സർവാണി ഇന്ദ്രിയ കർമാണി, എല്ലാവിധത്തിലുള്ള ഇന്ദ്രിയ കർമ്മങ്ങളെയും നമ്മൾ അപ്രകാരം ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ക്രമേണ പ്രാണകർമാണി, ചിലരാണെങ്കിൽ പ്രാണകർമാണി എന്ന് പറഞ്ഞാൽ പ്രാണായാമം, പ്രണവം തുടങ്ങിയുള്ള സാധനാനുഷ്ഠാനങ്ങളിലൂടെയും അങ്ങനെ മനസ്സിനെ നമുക്ക് സംയമനം ചെയ്തെടുക്കാൻ സാധിക്കുമ്പോൾ ആത്മസംയമയോഗാഗ്നോ, അങ്ങനെയുള്ള മനസ്സ് ക്രമേണ ആത്മസംയമനത്തിലേക്ക് ഉയർന്ന്, അതായത് അവനവൻ്റെ ആത്മതത്വത്തിലേക്ക്, ആത്മബോധത്തിലേക്ക് അത് ഉയർന്ന് വികസിച്ച് വരും. മനസ്സിൻ്റെ ഏകാഗ്രത കൂടുന്തോറും മനസ്സിൻ്റെ ശാന്തത, സ്വസ്ഥത കൂടും. മനസ്സ് ശാന്തമാകും തോറും മനസ്സെന്ന് പറയുന്ന ഊർജ്ജശക്തി, അതായത് യഥാർത്ഥ ഊർജ്ജശക്തി, അത് വളരെ ശാന്തമാണ്. ആ ഊർജ്ജശക്തിയിലേക്കായിരിക്കും മനസ്സ് പോകുന്നത്. മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകും തോറും അത് ലോകത്തിലേക്ക് പോകും. മനസ്സ് അസ്വസ്ഥമായ മനസ്സ് ലോകത്തിലേക്കാണ്. ഇന്ദ്രിയങ്ങളിലൂടെ എപ്പോഴും അത് നമുക്ക് അടങ്ങിയിരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് മനസ്സിനെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവും. ഇപ്പം ഇവിടെ നമ്മൾ സാധനാനുഷ്ഠാനങ്ങളിലൂടെ മനസ്സിനെ ക്രമേണ അതിലേക്ക് കൊണ്ടുവന്ന് ശീലമാക്കി കഴിഞ്ഞാൽ, അതൊരു പരിശീലനമാക്കി കഴിഞ്ഞാൽ, കൃഷ്ണൻ പറഞ്ഞ പോലെ ആത്മസംയമയോഗാഗ്നോ, ആത്മസംയമനമാകുന്ന യോഗാഗ്നിയിൽ ഈ മനസ്സ് ക്രമേണ അലിഞ്ഞു ചേർന്നോളും. അപ്പം നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ സാധന ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ മനസ്സിനെ നമുക്ക് നേരെയാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്ന പൂർണ്ണബോധം വേണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മനസ്സ് ഡെവലപ്ഡ് ആവുന്നതല്ല. അതാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ 10ാം ക്ലാസ് പാസ്സായ എൻ്റെ മനസ്സ് നേരെയാവും. പണ്ടുള്ളവർ പറയാറില്ലേ, അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റിയില്ല ഇതുവരെ എന്ന് പറഞ്ഞ പോലെ +2 കഴിഞ്ഞാൽ മെച്ചുവേർഡ് ആയാൽ അവൻ ശരിയാവും. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്താൽ, നാളെയും പ്രാക്ടീസ് ചെയ്താൽ, മറ്റന്നാളും പ്രാക്ടീസ് ചെയ്താൽ, ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ഒന്നും വേണ്ട. നിങ്ങളത് പറഞ്ഞിരുന്നു കുറച്ച് നേരം പ്രണവവും ഓങ്കാരവും ചൊല്ലി ഒരു മന്ത്രവും അങ്ങനെ ഉരുവിട്ട് അങ്ങനെ ശീലിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കുറേ കഴിഞ്ഞാൽ മനസ്സ് പരിപൂർണമായി നമുക്ക് തന്നെ ഇവിടെ തന്നെ നാമസങ്കീർത്തനാദികളിൽ ലയിപ്പിച്ച് ആ മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും എന്ന് നമുക്ക് ബോധ്യം വരും. എന്തൊരു കൃത്യതയാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്ന നോക്കൂ. ഇത് സാധിക്കുന്ന കാര്യമാണ്, മെനക്കെട്ടാൽ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കരുത് നമ്മൾ പ്രയാസമാണ്, ബുദ്ധിമുട്ടൊക്കെ തുടക്കത്തിലാണ്. പക്ഷെ നിരന്തരമായ പരിശീലനത്തിൽ മനസ്സ് ക്രമേണ അനുസരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ പ്രാണായാമം മതി. നിരന്തരമായിട്ട് കുറച്ച് ശ്വാസം നല്ലവണ്ണം മൂർധാവ് വരെ വലിച്ചെടുത്ത് പതുക്കെ റിലാക്സ് ചെയ്ത് അതിലേക്ക് അങ്ങനെ അലിഞ്ഞ് അങ്ങനെയും മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. അപ്പം മനസ്സിനെ പാകപ്പെടുത്താൻ പല വിധത്തിലുള്ള പരിശീലനങ്ങളാൽ സാധിക്കും എന്ന് കൃഷ്ണൻ ഉറപ്പ് തരികയാണ്. ഓൺലി തിങ്, നമ്മളത് ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ടുള്ളൂ. അപ്പം നാം റെഡിയാണെങ്കിൽ നമ്മളെ ഉയർത്തിയെടുക്കാൻ പറ്റും. ഇതൊരു സത്യമാണ്. ഇറ്റ് ഈസ് ഓൾ ഇൻ അവർ ഹാൻഡ്. ഞാനത് എടുത്തു പറയാൻ കാരണം എല്ലാവരും തെറ്റിദ്ധരിക്കുകയാണ്, ദൈവം എന്നെ എങ്ങനെയാക്കി, ഇതെൻ്റെ വിധിയാണ്, എൻ്റെ യോഗം. നത്തിങ്. ഇതൊക്കെ വിവേകമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ദൈവം അല്ല നമ്മളെ ഇങ്ങനെയാക്കുന്നത്. നമ്മളുടെ പരിചയക്കുറവും പരിശീലനക്കുറവും നമ്മൾ നന്നാവാൻ ശ്രമിക്കാത്തതൊക്കെയാണ് പലപ്പോഴും നമ്മളിങ്ങനെയായിത്തീരുന്നത്. അപ്പം നിങ്ങൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം പ്രാണായാമവും അതുപോലെ പ്രണവോപാസനയും മന്ത്രവും ഒക്കെ ചൊല്ലി ശീലിച്ച് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നോക്കും. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞൊക്കെ മനസ്സിലാവും ഇതൊക്കെ സാധ്യമാണെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളൊരു വികാസം സംഭവിക്കാൻ
യോഗ്യരായിട്ടുള്ള പരിശീലകന്മാർക്ക് ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് ബോധ്യം വരും. അല്ലാത്തവർക്ക് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുമോ, ദൈവം എനിക്ക് അത് തന്നു, ദൈവം എനിക്ക് വേണ്ടതൊന്നും തന്നില്ല, ദൈവം എന്നെ മാത്രം, ഞാൻ എത്രയോ നാമം ചൊല്ലി, എത്രയോ അമ്പലത്തിൽ പോയി, എത്രയോ കഷ്ടപ്പെട്ടു, എന്നിട്ട് ദൈവം എന്നോട് കണ്ണു തുറന്നില്ല, ഇതൊക്കെ വെറുതെ പരിശീലിക്കാത്തവർക്ക് കുറ്റം പറയാനുള്ളതാണ്. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ ഡെസ്റ്റിനിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാത്തത്. ഞാൻ നോക്കുമ്പോൾ ഇതര മതത്തിൽ ഈ ഡെസ്റ്റിനി, അതായത് ദൈവം ശിക്ഷിക്കും, ദൈവം നരകത്തിൽ കൊണ്ടുപോകുന്നൊക്കെ, നരകം ഇവിടെയാണ്, സ്വർഗം ഇവിടെയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് സ്വർഗം ബോധ്യം. നിങ്ങളൊന്നും പരിശീലിച്ച് അലസമായിട്ട് മാനസികമായി അസ്വസ്ഥമായി നടന്നാൽ ഇവിടെ തന്നെ നരകം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ജീവിതം നരകമാക്കി തീർക്കരുതെന്ന് ആഗ്രഹമുള്ളവർ ചില കൃത്യനിഷ്ഠകളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ സ്വന്തമായി കൊണ്ടു നടന്ന് മനസ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ആത്മസംയമ യോഗാഗ്നോ, അവനവൻ്റെ ആത്മസംയമനമാകുന്ന ആത്മശക്തിയിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ക്രമേണ മാനസികമായി ആ ഒരു പരമതത്വത്തിലേക്ക്, പരമശക്തിയിലേക്ക് മനസ്സിനെ അർപ്പിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നത്തിങ് ഈസ് ഇംപോസിബിൾ, എവ്രിതിങ് ഈസ് പോസിബിൾ ഓൺലി വെൻ യു ആർ റെഡി ടു പ്രാക്ടീസ് റെഗുലർലി. അത് മറക്കരുത്. എന്തും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബ്ലൈൻഡ് പ്രാക്ടീസ്, യു പ്രാക്ടീസ് വിത്ത് എ സിൻസിയർ mind. That means you devote, you dedicate, you surrender your mind. Whatever you are doing, എന്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിലേക്ക് മനസ്സ് പൂർണ്ണമായിട്ട് ആഴണം, വാഴണം, നിൻ മഹസാമാഴിയിൽ. അതെപ്പോഴും മറക്കാതിരിക്കുക. അതിലേക്ക് അങ്ങോട്ട് മുഴുകി, അതിലേക്ക് അലിഞ്ഞ്, അതിൽ ലയിച്ച്, അതിലങ്ങനെ ആത്മസംതൃപ്തരായി, കൃതാർത്ഥരായിട്ട് അങ്ങനെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഒരു അനുഭവം കിട്ടുകയാണെങ്കിൽ പരിവർത്തനം തീർച്ചയായിട്ടും അവർക്ക് വന്നിരിക്കും. വീണ്ടും കൃഷ്ണൻ കുറച്ചുകൂടി തോട്ട്സുകൾ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേദവ്യാസ കവിത